ഒരു ഫാമിലിയിലെ സൈക്കിൾ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചില ഫാമിലീസിൽ പണ്ട് മുതലേ എസ്റ്റാബ്ലിഷ് ആയി വന്നിരിക്കുന്ന ചില പാറ്റേൺസും എല്ലാവരും പാലിക്കുന്ന ചില ബിഹേവിയേഴ്സും കാണാൻ പറ്റും. ആ ഫാമിലിയുടെ പഴയ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് മോശമായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടോ ഉണ്ടാക്കിയേക്കുന്ന പാറ്റേൺസും ബിഹേവിയേഴ്സൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ഫാമിലിയുടെ സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഈ പാറ്റേൺസും ബിഹേവിയേഴ്സും ഒന്നും മാറ്റാനായിട്ട് ചില ആളുകൾ ആ ഫാമിലിയിൽ സമ്മതിക്കില്ല. ഒബ്വിയസ്ലി ആ പാറ്റേൺ കൊണ്ട് ബെനിഫിറ്റ് അനുഭവിക്കുന്നവരായിരിക്കും അത് മാറ്റാൻ സമ്മതിക്കാത്തത്. ഈ ബെനിഫിറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കാനുള്ള പവർ, അത് ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കും. ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് അത് ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ചില ഏജ് ഗ്രൂപ്പിന് കിട്ടുന്ന ചില പ്രത്യേകതരം റെസ്പെക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ജെൻഡേഴ്സിന് കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ടാവും. ഇത്തരം പാറ്റേൺസിന്റെ ചില എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് കേട്ട് നോക്കാം. നമ്മളുടെ ഫാമിലിയിൽ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യാറില്ല. നമ്മളുടെ ഫാമിലിയിൽ സ്ത്രീകൾ അവരുടെ ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫാമിലിയിൽ പുരുഷന്മാർ അടുക്കളയിൽ കയറില്ല. നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടറാണ് ആവേണ്ടത്. മറ്റുള്ളവർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. ഈ പാറ്റേൺസ് ഒക്കെ സ്വയം അനുകരിക്കുന്നത് ഓക്കെയാണ്, പക്ഷേ ഇതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ അത് സ്ട്രെസ്ഫുൾ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലുള്ള ചില ആൾക്കാർ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഈ ഫാമിലി ഒറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് റെബൽ എന്ന് വിളിക്കുകയും ഷെയിം ചെയ്യുകയും ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ സൈക്കിൾ ബ്രേക്കിംഗ് വളരെ മെന്റലി ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതുപോലത്തെ ഒരു സൈക്കിൾ ബ്രേക്കർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് ഒബ്വിയസ്ലി എടുക്കാവുന്നതാണ്. സൈക്കിൾ ബ്രേക്കിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സസ് എടുക്കാനുള്ള ഫ്രീഡം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ആ ഫാമിലിയിൽ തന്നെയുള്ള മറ്റുള്ളവരെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യും. നിങ്ങൾ കഴിഞ്ഞു വരാനിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷനെ നിങ്ങൾ ലിബറേറ്റ് ചെയ്യും. ഓർക്കുക, ഇത്തരം റിബൽസ് നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്.